Good afternoon, students. നമ്മൾ third semester complementary mathematics paper for BA Economics അതിൻ്റെ എക്സാമിനേഷൻ അടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേപ്പറിൻ്റെ പേര് ഗ്രാഫിക് ഫംഗ്ഷൻസ് ഇക്വേഷൻസ് ആൻഡ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നാണ് നിങ്ങൾക്ക് അറിയാം. മോഡ്യൂൾസിൻ്റെ പേരുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് പേപ്പറിൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ലൈൻസ്, അതിൻ്റെ ഇക്വേഷൻസ്, സ്ലോപ്സ്, ഇന്റർസെപ്റ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന സോൾവിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് സെക്കൻഡ് മൊഡ്യൂളിലാണെങ്കിലും തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലെ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറയാമെന്നാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ വരുമ്പോഴത്തേക്കും പിന്നീട് വരുന്നത് സിസ്റ്റംസ് ഓഫ് ഇക്വേഷൻസ് എന്നുള്ളതാണ് പിന്നത്തെ ചാപ്റ്റർ വരുന്നത്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നമുക്കറിയാം, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസിന്റെ കളക്ഷനാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അല്ലേ തന്നെ അറിയാം, ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ലീനിയർ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി 1 ആണ്. ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി 2 ആണ്. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ വേരിയബിളിലുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത്, ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ അറിയാം. ഒരു ഇക്വേഷനും ഒരു വേരിയബിളും ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് അറിയാവുന്നതാണ്. എക്സ് ഇസ് ഈക്വൽ ടു -5/2 ഇങ്ങനെ സോൾവ് ചെയ്യാം. അതേസമയം രണ്ട് വേരിയബിൾ ഉള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ 2x + 3 is equal to രണ്ട് വേരിയബിൾ 3y is equal to സംതിങ്, അതുപോലെ വേറെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, രണ്ട് വേരിയബിൾ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ ഒരു ഒറ്റ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതേസമയം നമുക്ക് രണ്ട് ഇക്വേഷൻ തരികയാണെങ്കിൽ, ഒരു രണ്ട് വേരിയബിളുള്ള രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. രണ്ട് വേരിയബിളുള്ള രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ദിസ് ഇസ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. കാരണം ഇക്വേഷൻസിന്റെ ഡിഗ്രി 1 ആയതുകൊണ്ട്, ലീനിയർ പോളിനോമിയൽ ഇക്വേഷൻസ് ആയതുകൊണ്ട്, ഡിഗ്രി 1 ആയതുകൊണ്ട് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയും. രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷന്റെ ഇതിനെ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയാം. കാരണം ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസിന്റെ കളക്ഷനാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയാം. അതിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇക്വേഷൻസ് ബൈ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. എത്ര റോ ഉണ്ടോ അല്ലെ, അതാണ് അത്രയും നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ എത്ര ഇക്വേഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് വെച്ചാൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്. സോ ദിസ് ഇസ് എ 2/2 സിസ്റ്റം. ഡയമെൻഷൻ 2/2 എന്ന് നമ്മൾ എഴുതും. അതായത് നമ്പർ ഓഫ് ഇക്വേഷൻസ് എഴുതിയിട്ട് ബൈ ഇൻറ്റു എന്ന് എഴുതിയിട്ട് ക്രോസ് ഇട്ടിട്ട് നമ്പർ ഓഫ് വേരിയബിൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ ഡയമെൻഷൻ കിട്ടും. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട്, ഇപ്പൊ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്, സിസ്റ്റം ഓഫ് 2 ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് ഇൻ 2 വേരിയബിൾസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്ന മെത്തേഡ് എലിമിനേഷൻ മെത്തേഡാണ്. എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ഒരുപോലെ ആക്കിയിട്ട് സബ്ട്രാക്ട് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഇക്വേഷനിൽ 2 ആണ്, രണ്ടാമത്തെ ഇക്വേഷനിൽ 3 ആണ്. അത് ഒരുപോലെ ആക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനിലും എക്സിന്റെ കോഎഫിഷ്യന്റ് 6 ആയി മാറും. അങ്ങനെ ഫസ്റ്റ് ഇക്വേഷനെ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം വരാൻ പോകുന്ന ടേം 6x എന്നാണ്. 6x പ്ലസ് പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9y is equal to 18 അങ്ങനെ വരും. സെക്കൻഡ് ഇക്വേഷനെ ഇതേപോലെ തന്നെ എക്സിന്റെ കോഎഫിഷ്യന്റ് 6 തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതി. 2നെ 3 കൊണ്ടും 3നെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടും 6 ആവും. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനെ ഒരു ഇക്വേഷനിൽ ഒരു ടേമിന് മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇക്വേഷൻ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 6x തന്നെയാവും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം കുറക്കുകയാണെങ്കിൽ ഈ എക്സിന്റെ ടേം എലിമിനേറ്റഡ് ആയി പോകും. അങ്ങനെയാണ് നമ്മൾ
സോൾവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് 6x - 6x 0 വരും. 9y - 10y എന്ന് പറഞ്ഞാൽ -1y, 18 - 14 എന്ന് പറയുന്ന 4. അപ്പോൾ -y ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി, y ഈസ് ഈക്വൽ ടു -4 എന്നുള്ള ആൻസർ കിട്ടും. ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യാം. ഇത് സപ്പോസ് ചിലപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5x - y ഈസ് ഈക്വൽ ടു 1 എന്നാണ് ഇക്വേഷൻസ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്താലും കിട്ടും. ഇപ്പൊ എക്സ് ഇത് കുറച്ച് കഴിഞ്ഞാൽ എക്സ് എലിമിനേറ്റഡ് ആവും. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എലിമിനേറ്റഡ് ആവും. വൈയുടെ കോഎഫിഷ്യന്റ് നോക്കുകയാണെങ്കിൽ വൈയുടെ കോഎഫിഷ്യന്റ് ഒന്നും മറ്റേതിന്റെ നെഗറ്റീവ് ആണ്. ഓപ്പോസിറ്റ് സൈനുള്ള സെയിം മാഗ്നിറ്റ്യൂഡുള്ള കോഎഫിഷ്യൻസ് വരുന്നതുകൊണ്ട് ഇത് ആഡ് ചെയ്താലും കുഴപ്പമില്ല, ആഡ് ചെയ്താലും വൈ എലിമിനേറ്റഡ് ആവും. ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ എലിമിനേഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയും ചെയ്യാം. ഓപ്പോസിറ്റ് സൈനുള്ള ഒരേ മാഗ്നിറ്റ്യൂഡ് വരുന്ന കോഎഫിഷ്യൻസ് ഉള്ള വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആ വേരിയബിൾ എലിമിനേറ്റഡ് ആവും. അതല്ലെങ്കിൽ ഒരേ കോഎഫിഷ്യൻസ് തന്നെ വരുന്ന ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ ആ വേരിയബിൾ എലിമിനേറ്റഡ് ആവും. ഇതിപ്പോ ഈ കേസിലാണെങ്കിൽ ആഡ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വൈ എലിമിനേറ്റഡ് ആവും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെയും ചെയ്യാം. എന്നിട്ട് എക്സിന്റെ വാല്യൂ മറ്റു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. അങ്ങനെയാണ് എലിമിനേഷൻ മെത്തേഡിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും സപ്ലൈ ഡിമാൻഡ് അനാലിസിസ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ സപ്ലൈ ഡിമാൻഡ് അനാലിസിസിൽ വരുന്നത് ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കാനാണ്. ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ഈക്വൽ ടു ഡിമാൻഡ് ആവുന്ന പോയിന്റിനാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയും. അപ്പൊ ഇക്വിലിബ്രിയം പോയിന്റിൽ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് സപ്ലൈ ഈസ് ഈക്വൽ ടു ഡിമാൻഡ് എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് സപ്ലൈ ആയിട്ട് തന്നിട്ടുള്ള എന്തായിരിക്കും, ചിലപ്പോൾ സപ്ലൈ പ്രൈസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അതുപോലെ ഡിമാൻഡ് പ്രൈസ് തന്നിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ പ്രൈസ് ആണ് തന്നിട്ടില്ലെങ്കിൽ സപ്ലൈ പ്രൈസ് ഇസ് ഈക്വൽ ടു ഡിമാൻഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നിങ്ങൾ അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ സപ്ലൈ പ്രൈസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ ടേംസിൽ തന്നേക്കാണ്. ഡിമാൻഡ് പ്രൈസ് എന്ന് പറയുന്നതും ക്വാണ്ടിറ്റിയുടെ ടേംസിൽ തന്നേക്കാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എന്തെങ്കിലും തന്നേക്കാണ്. അപ്പൊ സപ്ലൈ ഇസ് ഈക്വൽ ടു ഡിമാൻഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അറ്റ് ഇക്വിലിബ്രിയം സപ്ലൈ ഇസ് ഈക്വൽ ടു ഡിമാൻഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. പി എസ് ഇസ് ഈക്വൽ ടു പി ഡി എന്ന് എഴുതിയിട്ട് 2Q + 5 ഇസ് ഈക്വൽ ടു 3Q + 4 എന്നിട്ട് ഒരു സൈഡിലേക്ക് ക്യൂവിനെ കൊണ്ടുവരിക, സബ്ട്രാക്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ക്യൂവിന്റെ വാല്യൂ കിട്ടും. ഇതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൈസ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പൊ അത് പി എസിലോ പി ക്യൂലോ ഏതിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പി എസ് എന്ന് വെച്ചാൽ പി എന്ന് പറയുന്നത് 2Q + 5, പി എസ് എന്നോ P5 എന്ന് എഴുതാം, പി ഡി എന്നോ എഴുതാം. അപ്പൊ നമുക്ക് 2 × 1 + 5 = 7 ഇങ്ങനെ കിട്ടും. അതാണ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം സപ്ലൈ ഇസ് ഈക്വൽ ടു ഡിമാൻഡ്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനായിരിക്കും പറയാം. സപ്ലൈ ഇസ് ഈക്വൽ ടു ഡിമാൻഡ് എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് പ്രൈസ് ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ഇൻ ടേംസ് ഓഫ് പി ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ 2P + 5 എന്നോ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും 5P - 7 ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ QS is equal to QD, quantity supplied is equal at equilibrium supply is equal to demand, so quantity supplied is equal to quantity demanded എന്ന് പറഞ്ഞിട്ട് QS ഉം QD കൂടെ ഇക്വേറ്റ് ചെയ്യുക. അതല്ല ചിലപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റിയും ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സപ്ലൈ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ 2 ഇക്വേഷനും കൂടെ നേരത്തെ പറഞ്ഞ പോലെ എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്തിട്ട് സപ്ലൈ ഇക്വിലിബ്രിയം സപ്ലൈ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. അതാണ് സപ്ലൈ ഡിമാൻഡ് അനാലിസിസിൽ ചെയ്യുന്നത്. ഇനി ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ എപ്പോഴും ചോദിക്കുന്നതാണ് ഡിഫൈൻ ബ്രേക്ക് ഈവൻ പോയിന്റ്. എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ്? ബ്രേക്ക് ഈവൻ പോയിന്റ് റവന്യൂ ഈക്വൽ ടു കോസ്റ്റ് ആവുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച്
പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 0. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 0, പ്രോഫിറ്റ് നമുക്കറിയാം റവന്യൂ മൈനസ് കോസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ടോട്ടൽ റവന്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. റവന്യൂ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ആവുന്ന പോയിന്റിനെയാണ് ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയാം. അപ്പൊ റവന്യൂ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും, കോസ്റ്റ് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ബ്രേക്ക് ഇവൺ പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റവന്യൂവും കോസ്റ്റും കൂടി ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എക്സിന് ഒരു വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ക്യൂവിന്റെ ടേംസിലോ അല്ലെങ്കിൽ എക്സിന്റെ ടേംസിലോ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ആ കിട്ടുന്ന വാല്യൂവിനാണ് നേരത്തെ പറഞ്ഞ പോലെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനാണ് ചിലപ്പോൾ അതിവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. റവന്യൂ ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സംതിങ് എക്സ് സ്ക്വയർ പ്ലസ് 3x എന്നോ, എന്നിട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം എന്തെങ്കിലും തന്നിട്ടുണ്ടാവും, 5x + 7 എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ബ്രേക്ക് ഇവൺ പോയിന്റ് കണ്ടുപിടിക്കാൻ പറയും. ഫൈൻഡ് ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അറ്റ് ബ്രേക്ക് ഇവൺ പോയിന്റ് profit is equal to 0. That means revenue is equal to cost. At break even point, R of x is equal to C of x. Appo R of x minus C of x is equal to 0. So you will get x square plus 3x equal to 5x plus 7. ഇത് സോൾവ് ചെയ്ത് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ x square plus 3x minus 5x എന്ന് വെച്ചാൽ minus 2x minus 7 equal to 0. ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ 7നെ ഫാക്ടറൈസ് ചെയ്യാൻ സാധിക്കത്തില്ല നമുക്ക് ആലോചിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. -b + or -√b² - 4ac/2a എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അതുപോലെ ISLM അനാലിസിസിൽ നമ്മളോട് പറയേണ്ടാവുക ഇൻകം എന്താണ്, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പൊ അവിടെ y എന്ന് പറയുന്നത് ഇൻകം, I എന്ന സ്മോൾ ലെറ്റർ I ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന. നേരത്തെ പറഞ്ഞ ബ്രേക്ക് ഈവൺ പോയിന്റിൽ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സപ്ലൈ ഡിമാൻഡ് അനാലിസിസിലെ പ്രോബ്ലത്തിൽ വരുന്ന പിയും ക്യൂവും പ്രൈസും ക്വാണ്ടിറ്റിയും ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ISLM അനാലിസിസിൽ വൈയും ആണ് കണ്ടുപിടിക്കേണ്ടി വരിക. വൈ എന്ന് പറയുന്നത് ഇൻകം, ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ISLM അനാലിസിസിൽ നമ്മൾ 2 മാർക്കറ്റുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, കമോഡിറ്റി മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. IS ഡിനോട്ട്സ് കമോഡിറ്റി മാർക്കറ്റ്, LM എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്, സേവിങ്സ്, ലോയലിറ്റി, മണി സപ്ലൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് മണി മാർക്കറ്റിലെയും കമോഡിറ്റി മാർക്കറ്റിലെയും ഇക്വിലിബ്രിയം കണ്ടീഷൻസ് രണ്ടും സൈമൾട്ടേനിയസ്ലി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ IS എന്നുള്ള, അതായത് കമോഡിറ്റി മാർക്കറ്റിൽ Y is equal to നമുക്ക് അത് ഏത് സെക്ടർ എക്കോണമി ആണെന്നനുസരിച്ചിട്ട് ISലാണെങ്കിൽ Y is equal to C + I എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷൻ. അറ്റ് ഇക്വിലിബ്രിയം Y is equal to C + I. അത് ചിലപ്പോൾ C + I എന്ന് മാത്രമായിരിക്കില്ല, 3 സെക്ടർ എക്കോണമി ആണെങ്കിൽ +G എന്നും കൂടി ഉണ്ടാവും, 4 സെക്ടർ എക്കോണമി ആണെങ്കിൽ +X - Z എന്നും കൂടി ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് ഇവിടെ G എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, X എന്ന് പറയുന്നത് എക്സ്പോർട്ട് ആൻഡ് Z സ്റ്റാൻഡ്സ് ഫോർ ഇമ്പോർട്ട്. C എന്ന് പറയുന്ന കൺസംഷൻ, I എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്. സ്മോൾ ലെറ്റർ I ഡിനോട്ട്സ് ഇൻട്രസ്റ്റ് റേറ്റ്, ഓക്കെ. ക്യാപിറ്റൽ Y ഡിനോട്ട്സ് ഇൻകം. അപ്പൊ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇക്വേഷൻ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് Y ഇതിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ LMല് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി സപ്ലൈ ഇസ് ഈക്വൽ ടു മണി ഡിമാൻഡഡ്, MS ഇസ് ഈക്വൽ ടു MD എന്നുള്ളതിൽ MD ആയിട്ടായിരിക്കില്ല ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക, ട്രാൻസാക്ഷൻ പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി MT, ലൈക്ക് ഇങ്ങനെ MT ന്ന് MW സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി MW എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ LMല് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇതാണ്, MS ഇസ് ഈക്വൽ ടു MT + MW. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ MS തന്നിട്ടുണ്ടാവും, MT MW ഒക്കെ തന്നിട്ടുണ്ടാവും. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിലും സിയും ഐയും ജിയും എക്സും ഇസഡ് ഒക്കെ തന്നേക്കുന്നതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് എക്സും ഇസഡും ജി ഒക്കെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല, 2 സെക്ടർ ആണെങ്കിൽ സിയും ഐയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ വൈയിലും സ്മോൾ ലെറ്റർ ഐയിലും ഉള്ള ഒരു ഇക്വേഷൻ ഇവിടെ കിട്ടും. കാരണം സിയും ഐയും ജിയും ഒക്കെ ഈ വൈയിലും ഐയിലും ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതുപോലെ MS ഇസ് ഈക്വൽ ടു MT + MWല് ഈ പറയുന്ന ഗിവൺ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെയും ഒരു ക്യാപിറ്റൽ വൈയിലും ഐയിലുള്ള ഇക്വേഷൻ കിട്ടും. സംതിങ് ഇൻറ്റു വൈ പ്ലസ് സംതിങ് ഇൻറ്റു I ഇസ് ഈക്വൽ ടു സംതിങ്, അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പിന്നെ സംതിങ് ഇൻറ്റു വൈ പ്ലസ് ഇവിടെയും ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, ഇവിടെയും എന്തെങ്കിലും ഒരു ഇക്വേഷൻ കിട്ടും.
3i is equal to ഞാൻ വെറുതെ ഇതാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്തിട്ട് yയും iയും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം, ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കിട്ടും. അതാണ് ISLM അനാലിസിസ്. ഇക്വിലിബ്രിയം എന്താണ് ISLM അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഫൈൻഡ് ദ ഇക്വിലിബ്രിയം പോയിന്റ് അറ്റ് വിച്ച് ബോത്ത് ദ കമ്മോഡിറ്റി മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് ആർ സൈമിൾട്ടേനിയസ്ലി ഇൻ ഇക്വിലിബ്രിയം. അതിനെയാണ് നമ്മൾ ISLM അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻകം ഇൻട്രസ്റ്റ് റേറ്റും കണ്ടുപിടിക്കുകയാണ് സോ ദാറ്റ് ബോത്ത് ദ മണി മാർക്കറ്റ് ആൻഡ് ദ കമ്മോഡിറ്റി മാർക്കറ്റ് ആർ ഇൻ ഇക്വിലിബ്രിയം. അത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അതിന് മുന്നേയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്താണ്. ഫംഗ്ഷൻസിന്റെ ഓൾജിബ്ര ഫംഗ്ഷൻസ് ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് ഒക്കെ ഉള്ളത്. ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് പോയാൽ, തേർഡ് മൊഡ്യൂളിന് വരെ ഞാൻ ഫോർത്ത് മൊഡ്യൂളിലേക്ക് പോയാൽ, തേർഡ് മൊഡ്യൂൾ പറയാം. ഫോർത്ത് മൊഡ്യൂളില് എക്സ്പോണൻഷ്യൽ ലോഗറിതമിക് ഫംഗ്ഷൻ ഒക്കെ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണു. ലോഗരിതത്തിന്റെ എക്സ്പോണൻഷ്യലിന്റെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എ പ്ലസ് ബി. ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതാം. എക്സ് റേസ് ടു എ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു ബി ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എ മൈനസ് ബി, എക്സ് റേസ് ടു എ ദ ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ എ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതാം. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. പ്രോഡക്റ്റ് ഓഫ് അല്ലെ ലോഗരിതം ഓഫ് എ പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു sum of logarithms. Logarithm of a quotient is equal to difference of logarithms. Logarithm of a power x raised to n is equal to a product n into log x. ഇതൊക്കെയാണ് ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ്. ആ ചാപ്റ്ററിൽ വരുന്ന എസ്സേ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിങ്. ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിങ്ങിൽ നിങ്ങൾക്കറിയാം A is equal to P into 1 plus R by M raised to MT എന്ന് പറയുന്ന ഫോമുല യൂസ് ചെയ്തിട്ട് എമൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ആഫ്റ്റർ T years ഫോമുലയാണിത്. ഇതിൽ P എന്ന് പറയുന്നത് ഇനീഷ്യൽ എമൗണ്ട് ആണ്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്ന ഇനീഷ്യൽ എമൗണ്ട് ആണ്. R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. T എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. M എന്ന് പറയുന്നത് എന്താണ്? M എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ്, നമ്പർ ഓഫ് കോമ്പൗണ്ടിങ്സ് പെർ ഇയർ ആണ്. ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാണ് M എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആനുവൽ കോമ്പൗണ്ടിങ് ആണെങ്കിൽ അത് എന്ത് വരും? 1 വരും. സാധാരണ ഇൻട്രസ്റ്റ് പോലെ തന്നെ ആനുവൽ കോമ്പൗണ്ടിങ് ആണ്. അതല്ല ക്വാർട്ടർലി അല്ലെങ്കിൽ സെമി ആനുവൽ കോമ്പൗണ്ടിങ് ആണെങ്കിൽ M is equal to 2 വരും. ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്യുന്ന കേസ് ആണെങ്കിൽ അത് M is equal to 4 വരും. അങ്ങനെ എത്ര പ്രാവശ്യം മന്ത്ലി കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ അപ്പോൾ 12 പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യും അല്ലേ, അപ്പോൾ M is equal to 12 വരും. അങ്ങനെ എത്ര പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എമ്മിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. R എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ അതും നിങ്ങൾ എഴുതുമ്പോൾ ഇപ്പോൾ 6% ആണ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ 6 എന്നല്ല അവിടെ എഴുതേണ്ടത്. പിന്നെയോ 6% എന്ന് പറഞ്ഞാൽ 6/100 ആണ്. അത് പിള്ളേർക്ക് തെറ്റിപ്പോവാറുണ്ട്. R എന്ന് പറയുന്നത് അപ്പോൾ എന്താ എഴുതണ്ടേ? 6/100 എന്ന് എഴുതണം, അല്ലെങ്കിൽ 6/100നെ 0.06 എന്ന് എഴുതിയാലും മതി. അപ്പോൾ അങ്ങനെ പോയിന്റ് ആക്കിയിട്ടാണ് എഴുതേണ്ടത്, അല്ലാതെ 6 എന്നല്ല എഴുതേണ്ടത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. R എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അത് പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ചാൽ ആ വാല്യൂ എഴുതണം. ഓക്കെ, അത് തന്നെ നിങ്ങൾക്ക് പലതരത്തിൽ ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളോട് എന്താ പറയാ, ഇനീഷ്യൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇതിൽ നിങ്ങൾക്കറിയാം APRMT ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അതിൽ M ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ബാക്കി വേരിയബിൾസ് ആയിട്ട് അല്ലെ പാരാമീറ്റേഴ്സ് ആയിട്ട് ഇവിടെ ഞാൻ പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് P, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R, നമ്പർ ഓഫ് ഇയേഴ്സ് T, എമൗണ്ട് ആഫ്റ്റർ T years A. ഇതില് ഏതെങ്കിലും അപ്പൊ 4 കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും 3 തന്നിട്ട് 4ാമത്തെ ഒരു കാര്യം നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും. അത് എപ്പോഴും ഏതെന്നെ കണ്ടുപിടിക്കാൻ തന്നെ ആയിരിക്കണം എന്നില്ല ചോദിക്കുന്നത്. ചിലപ്പോൾ പറയാ ഒരു സാധനം ഉണ്ടായിരുന്നു, എന്നിട്ട് അതിന്റെ കോമ്പൗണ്ട് ഒക്കെ ചെയ്തിട്ട് അവസാനം ഇപ്പൊ ഇത്രയാണ്
ഇപ്പോഴത്തെ വാല്യൂ ഇതാണ്, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയായിരുന്നു എന്ന് ചോദിക്കാം. അതല്ല അത് ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ എന്താ വില ഡിപ്രീഷിയേറ്റ് ചെയ്ത് വരികയാണ് ഒരു കാറിന്റെ, അങ്ങനെ വല്ലതും ആവാം. ഇപ്പോഴത്തെ പ്രൈസ് ഇതാണ്, അതിന്റെ ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു എന്ന് ചോദിക്കാം. അപ്പൊ അതിന്റെ ഡിപ്രീഷിയേഷൻ റേറ്റ് ഒക്കെ തന്നിട്ടുണ്ടാവും. അങ്ങനെ പി കണ്ടുപിടിക്കാനാവാം. അപ്പൊ ഈ ഇക്വേഷന്റെ അകത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഇപ്പോഴത്തെ പ്രൈസ് ആണ് തന്നിട്ടുള്ളത്, എന്നിട്ട് പി അറിയില്ല എങ്കില് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സാധനത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തന്നിട്ടുള്ളതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സേ ടി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ആഫ്റ്റർ സേ 5 years ആണെങ്കിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്നിട്ട് പി കണ്ടുപിടിക്കും. അപ്പൊ ഇതിൽ ഒരു സൈഡിൽ പി മാത്രം നിർത്തി ബാക്കിയുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പി കിട്ടും. അങ്ങനെ ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ ചോദിക്കാം. ആർ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ടി കണ്ടുപിടിക്കാൻ ചോദിക്കാം, എ കണ്ടുപിടിക്കാൻ ചോദിക്കാം, പി കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഏതാണെങ്കിലും ബാക്കിയുള്ള വേരിയബിൾസ് തന്നിട്ടുണ്ടാവും, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഇത് എസ് എ ക്വസ്റ്റൻ ആയിട്ട് വരുന്നതാണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റിൽ തന്നെ ആനുവൽ കോമ്പൗണ്ടിങ്, സെമി ആനുവൽ കോമ്പൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ABCD എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടാവും. ചില കേസിൽ, അതായത് പോപ്പുലേഷൻ റേറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ കേസിൽ ഇത് ഒരു എന്താ പറയാ മാസത്തിലോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒന്നും അല്ല അവിടെ ഈ കോമ്പൗണ്ടിങ് നടക്കുന്നത്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പോപ്പുലേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അങ്ങനത്തെ കേസിൽ നമുക്ക് ഇത്ര പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യണം ഒരു ഇയർ എന്ന് പറയാൻ പറ്റില്ല. ഓരോ നിമിഷത്തിലും കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് എന്നുള്ള കേസ് അല്ല. പോപ്പുലേഷൻ ഗ്രോത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണ്. അത് ഇതിന്റെ ഒരു ലിമിറ്റിംഗ് കേസ് ആയിട്ട് അതിന്റെ ഫോമുല വരുന്നത് A=P(e⁻RT) എന്നാണ്. എന്താണ് ഈ എന്ന് പറയുന്നത്? നമ്മുടെ ഇറാഷണൽ നമ്പർ അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2.718 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അപ്രോക്സിമേറ്റ് വാല്യൂ ഇട്ടിട്ട് ബാക്കിയുള്ള തന്നിട്ടുള്ള പിയും ആറും ടിയും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതൊരു ഷുവർ ആയിട്ടുള്ള എസ് എ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ഈ ഫോമുല മറക്കരുത്. A=P(1+R/m) (MT). ഇതിൽ കുട്ടികൾക്ക് തെറ്റിപ്പോകുന്നത് എപ്പോഴും എം എന്താന്നുള്ളത് മറന്നു പോകും. എം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരേ ക്വസ്റ്റനിൽ തന്നെ ആനുവൽ കോമ്പൗണ്ടിങ്, സെമി ആനുവൽ, ക്വാർട്ടർലി, മന്ത്ലി എന്നൊക്കെ പറഞ്ഞ് പല പല സെക്ഷൻ ആയിട്ട് ABCD എന്ന് പറഞ്ഞ് പല പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും എമ്മിന്റെ വാല്യൂ മാറ്റി എഴുതിക്കൊണ്ട് ഇക്വേഷൻ എഴുതണം. സെമി ആനുവൽ ആണെങ്കിൽ A=P(1+R/2) എന്ന് എഴുതണം. മന്ത്ലി കോമ്പൗണ്ടിങ് ആണെങ്കിൽ മന്ത്ലി കോമ്പൗണ്ടിങ് ഹെഡിങ് എഴുതിയിട്ട് A=P(1+R/12) എന്ന് എഴുതണം. കാരണം മന്ത്ലി കോമ്പൗണ്ടിങ് ആകുമ്പോൾ ഒരു വർഷം 12 പ്രാവശ്യം കോമ്പൗണ്ടിങ് ചെയ്യും. അപ്പൊ അതുപോലെ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണെങ്കിൽ A=P(e⁻RT) ഫോമുല എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉറപ്പായിട്ടും കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് എളുപ്പത്തിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. എസ് എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും കേട്ടോ. ഇനിയുള്ള അപ്പൊ അതാണ് നമ്മുടെ 4th മൊഡ്യൂളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പൊ അതിൽ ഞാൻ കണ്ട ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ട്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂവും ഫംഗ്ഷന്റെ വാല്യൂവും ഈക്വൽ ആണെങ്കിലാണ് ഫംഗ്ഷനെ കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഡിഫൈൻഡ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡിഫൈൻഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ഫംഗ്ഷൻ ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുക: ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു f of x is equal to f of a. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു a f of x, അതായത് ഫംഗ്ഷന്റെ ലിമിറ്റ് അറ്റ് x equal to a എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് ഇസ് ഈക്വൽ ടു ആസ് എക്സ് എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ എന്റെ അടുത്തേക്ക് വരുമ്പോൾ, ആസ് എക്സ് അപ്രോച്ചസ് എ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് എ തന്നെ ആവുകയാണെങ്കിൽ വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എ. ഇതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മിക്കവാറും നമ്മുടെ പോളിനോമിയൽ ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്ന ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് ഒരു പ്രോബ്ലം വരികയാണ്: ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 സംതിങ്, സേ x+1/x+2 എന്ന് ചോദിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, എക്സിന് പകരം 1 ഇട്ട് കൊടുത്താൽ മതി. എക്സിന് ഇതിന്റെ അർത്ഥം എന്താണ്? എക്സ് 1ലേക്ക് അടുത്തേക്ക് വരുന്നു, എക്സ് അപ്രോച്ചസ് 1. അപ്പോൾ x+1/x+2ന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ്. അപ്പോൾ എക്സ് 1ന്റെ അടുത്തേക്ക് വരുമ്പോൾ x+1/x+2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സിന് വരെ ഇവിടെ 1 ഇട്ട് കൊടുത്താൽ മതി. 1+1/1+2 ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദി ലിമിറ്റ്.
ഇതാണ് അതിൻ്റെ ആൻസർ. പക്ഷെ ചില കേസിൽ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ എന്തെങ്കിലും സം നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് വരികയാണ്, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? സം നമ്പർ ഡിവൈഡ്, if k is a constant, if k is a positive number, constant number, k by infinity എന്ന് പറയുന്നത് 0 ആണ്. k by infinity ഡിനോമിനേറ്ററിൽ വലിയതാവും തോറും നമ്പർ ചെറുതായിക്കൊണ്ടിരിക്കും. ഡിനോമിനേറ്റർ 1/2, 1/3, 1/4 ഇങ്ങനെ ഡിനോമിനേറ്റർ വലുതാവുമ്പോഴേക്കും നമ്പറിന് എന്താ സംഭവിക്കുന്നത്? നമ്പർ ചെറുതായി വരും. 1/2 ഇതാണെങ്കിൽ 1/4 ഇത്രയേ ഉള്ളൂ. 1/8 അതിൻ്റെ പകുതിയേ ഉള്ളൂ. 1/16 അതിൻ്റെ പകുതിയേ ഉള്ളൂ. 1/100 എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. 1/1000 എന്ന് പറഞ്ഞാൽ വീണ്ടും 0നോട് വളരെ അടുത്താണ്. 1/10 lakh, 1/4 എന്നൊക്കെ പറയുന്നത് 0യിലേക്കാണ് അടുത്തടുത്ത് വരിക. k by infinity is 0. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഒരു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇഫ് k is a positive number, if k is negative number, it is negative infinity. k into infinity എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്, അല്ലെങ്കിൽ k പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ മൈനസ് k into infinity എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആണ്. അതുപോലെ വേറെ എന്താണുള്ളത്? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ k into 0 0 എന്ന് എനിക്ക് അറിയാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കട്ടെ, ഉണ്ടെങ്കിൽ പറയാം. ഇനി ചില കേസിൽ നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ചില ഫോംസ് ഉണ്ട്. ലൈക്ക് 0/0 അൺഡിഫൈൻഡ് ആണ്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അൺഡിഫൈൻഡ് ആണ്, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി അൺഡിഫൈൻഡ് ആണ്, 0 into ഇൻഫിനിറ്റി അൺഡിഫൈൻഡ് ആണ്. ഇങ്ങനത്തെ കേസുകൾ വന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ അത് ഇങ്ങനെ ആവില്ല. അതായത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ലിമിറ്റ് x tends to 1, x minus 1 by x square minus 1. എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുത്താൽ യു വിൽ ഗെറ്റ് 1 minus 1 divided by 1 minus 1. 0/0 എന്ന് പറയുന്നതിന്റെ വാല്യൂ അൺഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അങ്ങനെയുള്ളപ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് ഈ റാഷണൽ ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്യണം. അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ ഫാക്ടറൈസ് ചെയ്തിട്ട് കോമൺ ടേംസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നുകൂടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നോക്കണം. ചിലപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം മാറിയില്ലെങ്കിൽ വേറെ റൂള് ഉണ്ട്. അതായത് ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലിമിറ്റ് x tends to, അപ്പൊ നമ്മൾ ആദ്യം അത് എഴുതുക, നേരത്തെ എഴുതിയതുപോലെ തന്നെ എഴുതാം. എന്തെന്ന് എഴുതി? 1 minus 1 by 1 minus 1 is 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പോൾ നമുക്കിത് ഈക്വൽ ടു എന്ന് എഴുതണമെന്നില്ല. സൈഡിലായിട്ട് എഴുതി വെക്കാം, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് x tends to 1, x minus 1 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ലീനിയറിനെ ഇനിയും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. x square minus 1 ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെയാ ഫാക്ടറൈസ് ചെയ്യാം? x plus 1 into x minus 1. അത് നിങ്ങൾ ഫാക്ടറൈസേഷൻ നോക്കിയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫാക്ടറൈസേഷൻ നോക്കിയിട്ട് ചെയ്താൽ മതി. x plus 1 into x minus 1 ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ x minus 1 കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് വീണ്ടും അപ്പോൾ ദിസ് ലിമിറ്റ് റെഡ്യൂസസ് ടു ലിമിറ്റ് x tends to 1 divided by x plus 1. Then the answer is 1 divided by x ന് പകരം 1 കൊടുത്താൽ 1 divided by 1 plus 1, that is the answer is 1/2. ഇനി ഫാക്ടറൈസേഷനോ സിംപ്ലിഫിക്കേഷനോ അറിയാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വഴിയുണ്ട്. അതാണ് ലോപിതാൾസ് റൂൾ. എൽ ഹോസ്പിറ്റൽ എന്നാണ് എഴുതുന്നത്, വായിക്കുന്നത് ലോപിതാൾ എന്നാണ്. ലോപിതാൾസ് റൂൾ പറയുന്നത് ലിമിറ്റ് x tends to സംതിങ് f of x divided by g of x എന്ന് പറയുന്നത് if it is an indeterminate form, if the left hand side is an indeterminate form, this will be same as limit x tends to a derivative of f by derivative of g. അപ്പോൾ ഇതേ പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ x square minus 1 ഫാക്ടറൈസ് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്ക് ലോപിതാൾ 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഇങ്ങനെയും ചെയ്യാം. ലിമിറ്റ് x tends to 1, x minus 1 divided by x square minus 1 എന്നുള്ളതിന്റെ
ന്യൂമറേറ്ററിനെ നിങ്ങൾ എഫ് എന്ന് വിളിച്ചാൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 0 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ലോപിതാൽസ് റൂൾ യൂസ് ചെയ്തിട്ട് ദിസ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1/2x. ഇനി എക്സിന് പകരം 1 കൊടുത്താൽ വാട്ട് വിൽ ബി ദ വാല്യൂ? 1/2 ഇൻറ്റു 1 ഇറ്റ് ഇസ് 1/2. ഇത് തന്നെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസറും. ഇങ്ങനെയും ചെയ്യാം. അപ്പൊ ചില സമയത്ത് നമുക്ക് പ്രോബ്ലം എന്താ സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. say a limit x tends to 6 x minus 6 divided by x raised to എന്താ x raised to 5 minus something, say 6 raised to 5 തന്നെയാണെന്ന് വിചാരിക്കും. ശരിക്കും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്കറിയില്ല എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 6ന് പകരം എക്സിന് വരെ 6 കൊടുത്താൽ നിങ്ങൾക്കറിയാം 6 മൈനസ് 6 ന്യൂമറേറ്ററിൽ 0 വരും, ഡിനോമിനേറ്ററിൽ 6 raised to 5 മൈനസ് 6 raised to 5 0 വരും. സോ ഇറ്റ് ഇസ് എൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം 0/0. അപ്പൊ നമ്മൾ ലോപിതാൽസ് റൂൾ യൂസ് ചെയ്ത് ദിസ് ഇസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 6 എക്സ് മൈനസ് 6ന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 0 ഡിവൈഡഡ് ബൈ എക്സ് raised to 5ന്റെ ഡെറിവേറ്റീവ് 5x raised to 4. സോ ദ ആൻസർ വിൽ ബി 1/5 into 6 raised to 4. അത് കാൽക്കുലേറ്ററിൽ 6 raised to 4 എത്രയാണെന്ന് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 6 into 6 into 36 into 6 into 6 അതാണ് 1296 into 5 എന്ന് പറയുന്നത് 6480 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ലോപിതാൽസ് റൂൾ ഓർത്തിരുന്നാൽ ഏതെങ്കിലും ഇൻഡിറ്റർമിനേറ്റ് ഫോം വരികയാണെങ്കിൽ ലിമിറ്റിൽ ആക്ച്വലി എക്സിന് പകരം ആ പോയിന്റിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇൻഡിറ്റർമിനേറ്റ് ഫോം വരികയാണെങ്കിൽ മാത്രം ലോപിതാൽസ് റൂൾ യൂസ് ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് ഡെറിവേറ്റീവ്സിന്റെ റൂൾസ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഡെറിവേറ്റീവ്സ് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് x raised to n-ന്റെ ഡെറിവേറ്റീവ് x raised to n-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? n into x raised to n minus 1. അത് ഓർത്തിരിക്കണം. log x-ന്റെ ഡെറിവേറ്റീവ് 1/x, e raised to x-ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ. അതിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് log x to the base a ആണെങ്കിൽ, നേരത്തെ പറഞ്ഞത് ln x-ന്റെ ഡെറിവേറ്റീവ് ആണ്, ബേസ് e ആണെങ്കിലാണ് ഡെറിവേറ്റീവ് 1/x വരിക. ജനറൽ ഒരു നമ്പർ a ബേസ് ആയിട്ട് വരുന്ന log x-ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 1/x log a ആണ്. log a എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് ലോഗ്? നാച്ചുറൽ ലോഗ്. ഓക്കെ, അതുപോലെ പവർ ഫംഗ്ഷൻ e raised to x-ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ് നമുക്കറിയാം. log ln x-ന്റെ ഡെറിവേറ്റീവ് 1/x ആണ് നമുക്കറിയാം. ഞാൻ പറഞ്ഞത് ബേസ് a ആണെങ്കിലാണ് ഡെറിവേറ്റീവ് 1/x ln a വരുന്നത്. അതുപോലെ e raised to x-ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ് നമുക്കറിയാം. അതിന്റെ തന്നെ ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കുക, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അത് 1 വേർഡ് ആയിട്ടാണ് ചോദിക്കണമെങ്കിലോ. a raised to x-ന്റെ ഡെറിവേറ്റീവ് a raised to x log a ആണ്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രോഡക്റ്റ് ആണെങ്കിൽ കോഷ്യന്റ് ആണെങ്കിലൊക്കെ ഡെറിവേറ്റീവ്സ് അറിയാം അല്ലേ. അപ്പോൾ ഒരു സേ 2 into x cube എന്ന് പറഞ്ഞിട്ടാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് y dash അല്ലെങ്കിൽ dy by dx എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into x cube-ന്റെ ഡെറിവേറ്റീവ് n into x raised to n minus 1. അപ്പോൾ 6x square ഇങ്ങനെ കിട്ടി. അതല്ല എന്താ പ്രോഡക്റ്റ് x square plus 2 into some log x എന്നാണെങ്കിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? പ്രോഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ log x-ന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് x square plus 2ന്റെ ഡെറിവേറ്റീവ് 2x plus 0. ഇങ്ങനെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. കോഷ്യൻ റൂൾ അതുപോലെ തന്നെ ഉണ്ട്. y is equal to ഒരു ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ സംതിങ് എന്നാണെങ്കിൽ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. y dash എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതാണ് കോഷ്യൻ റൂൾ. അതുപോലെ തന്നെ ചെയിൻ റൂൾ ഉണ്ട്. സേ x square plus 1 the whole raised to 10 എന്നാണെങ്കിൽ നമ്മുടെ റൂൾ എന്താ പറയണേ? f of x y raised to അല്ലെ f of x raised to 10 ഡെറിവേറ്റീവ് എന്താണ്?
10 into f of x raised to 9 into, അതായത് n ആണെങ്കിൽ f of x raised to any നമ്പറിന്റെ ഡെറിവേറ്റീവ്, n-ന്റെ ഡെറിവേറ്റീവ് എന്താണ്, n into f of x raised to n minus 1 into ഡെറിവേറ്റീവ് ഓഫ് f of x. അപ്പോൾ ഇവിടെ y dash എന്ന് പറയുന്നത് എന്ത് വരും, n into f of x raised to n minus 1 into derivative of f of x. So you will get 10 into x square plus 1 raised to 9 into x square plus 1 into derivative is 2x. ഇങ്ങനെ ചെയ്യാം. അതുപോലെ e raised to ഒരു നമ്പർ ആണ് വരണമെങ്കിൽ, say y is equal to e raised to some function, say 2x plus 3. അപ്പോൾ e raised to f of x ന്റെ ഡെറിവേറ്റീവ് എന്താണ്, derivative of e raised to x is e raised to x itself, e raised to f of x ന്റെ ഡെറിവേറ്റീവ് e raised to f of x into derivative of f of x. അപ്പോൾ ഇവിടെ നമുക്ക് y dash എന്ന് പറയുന്നത് e raised to f of x into derivative of f of x. ടു എക്സ് പ്ലസ് ത്രീയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 into e raised to 2x plus 3 എന്ന് കിട്ടും. അതുപോലെ log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ലോഗരിതം ഓഫ് f of x ന്റെ ഡെറിവേറ്റീവ് 1/f of x into derivative of f of x. അതും ചെയ്യാം. Say for example logarithm of 2x cube plus 5 എന്നാണെങ്കിൽ എങ്ങനെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, 1/2x cube plus 5 into derivative of 2x cube plus 5. അതായത് 1/2x cube plus 5 into 2 into 3x square plus 5 into derivative 0. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 6x square divided by 2x cube plus 5 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഡെറിവേറ്റീവ്സിന്റെ റൂൾസ് പഠിക്കാനുള്ളത്. ഇത് ഈ റൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കോമ്പിനേഷൻ ഓഫ് റൂൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേഷന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഡിഫറൻഷിയേഷന്റെ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും മാർജിനൽ ആൻഡ് ആവറേജ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. അതായത് മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മാർജിനൽ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്നാണെന്ന് ഓർക്കുക. മാർജിനൽ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണെന്ന് ഓർത്താൽ മതി. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂവിന്റെ ഡെറിവേറ്റീവ് ആണ്. റവന്യൂ ഇപ്പൊ TR എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ആണ് വിത്ത് അവിടുത്തെ വേരിയബിൾ എക്സ് എന്നൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ക്യൂ എന്നായിരിക്കും. എക്സ് ആണെങ്കിൽ എക്സ്, ക്യൂ ആണെങ്കിൽ ക്യൂ. ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ റവന്യൂ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. d/dx അല്ലെങ്കിൽ d/dq ഓഫ് TR. അതുപോലെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ആണ്. ഡെറിവേറ്റീവ് എന്ന വേർഡ്സിൽ എഴുതിയാലും മതിയോ. അതുപോലെ ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഇപ്പോൾ ക്യൂ എന്നാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ആണ് ആവറേജ് റവന്യൂ. അതുപോലെ TC എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ക്യൂ ആണെങ്കിൽ TC/Q ആണ് ആവറേജ് കോസ്റ്റ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ പഠിക്കാനുള്ളത് ഇൻക്രീസിങ്, ഡിക്രീസിങ്, സ്റ്റേഷനറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഒരു കർവ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരിക. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്നതോറും കൂടി വരുന്ന ഫംഗ്ഷനെയാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ അതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ വരച്ചത് താഴേക്ക് വരുന്നത് ഇങ്ങനെ ഇരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻസ് വരിക. ഡിക്രീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും കുറഞ്ഞു വരും. ഇങ്ങനെയോ ഇങ്ങനെയൊക്കെ ആവാം, കുറഞ്ഞു വരും റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും. ഓക്കെ, പക്ഷെ ഇതിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യാനായിട്ട് അറിയേണ്ടത് എന്താണ്, ഇൻക്രീസിങ് ആണോ എന്ന് അറിയാനായിട്ട് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നോക്കിയാൽ മതി. f' പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ f' അറ്റ് പോയിന്റ് സേ a ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ f is increasing at the point A. അപ്പൊ അങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇൻക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പ്രോബ്ലം വന്നാൽ ഇങ്ങനെയാ ചെയ്യണേ.
ഈ പ്രോബ്ലം വരുമ്പോൾ എന്താ ചെയ്യണമെന്നുള്ളത് എഴുതിയാലും ഡെഫിനേഷന്റെ മാർക്കും കിട്ടും. ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇൻക്രീസിങ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇസ് സെറ്റ് ടു ബി ഇൻക്രീസിങ് അറ്റ് ദ പോയിന്റ് എ. ഓക്കെ, ഇനി ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും ഇൻക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഡാഷ് എക്സ് ഫോർ എവറി എക്സ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. അതുപോലെ ഡിക്രീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എഫ് ഡാഷ് എ നെഗറ്റീവ് ആയിരിക്കും. എഫ് ഡാഷ് എ നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഡിക്രീസിങ് അറ്റ് ദിസ് പോയിന്റ് എന്ന് പറയും. എല്ലാ പോയിന്റിലും നെഗറ്റീവ് ആണെങ്കിൽ എന്ത് പറയും, ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. എല്ലാ പോയിന്റിലും ഡിക്രീസിങ് ആണ് എന്ന് വെച്ചാൽ ദ ഫംഗ്ഷൻ ഇറ്റ് സെൽഫ് ഇസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. അതല്ല എഫ് ഡാഷ് എന്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ പറയാ എ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, അല്ലെങ്കിൽ ദ ഫംഗ്ഷൻ ഇസ് സ്റ്റേഷനറി അറ്റ് ദ പോയിന്റ് എന്ന് പറയും. ക്രിട്ടിക്കൽ പോയിന്റ് എന്നോ അല്ലെങ്കിൽ സ്റ്റേഷനറി പോയിന്റ് എന്നോ പറയും. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്, 0 ആണെങ്കിൽ സ്റ്റേഷനറി പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾക്ക് പറയാം, പോയിന്റ് ഇസ് സെറ്റ് ടു ബി എ ക്രിട്ടിക്കൽ പോയിന്റ് ഇഫ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് 0 ഓർ അൺഡിഫൈൻഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് മീൻസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് 0 ഓർ അൺഡിഫൈൻഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, സ്റ്റേഷനറി പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റിനെയാണ് സ്റ്റേഷനറി പോയിന്റ് എന്ന് പറയാം. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ട് നമുക്ക് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്ന് പറയാം. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ കോൺവെക്സ്, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ്, സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഇൻഫ്ലെക്ഷൻ പോയിന്റ്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ ഇൻഫ്ലെക്ഷൻ പോയിന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. പാർട്ട് ബിയിലും ചോദിക്കാറുണ്ട്. ഈ ഇൻക്രീസിങ് ഡിക്രീസിങ് അല്ലെങ്കിൽ കോൺവെക്സ് കോൺകേവിന്റെ പ്രോബ്ലം വരാറുണ്ട്. അതിന്റെ പാർട്ട് എയിൽ അതിന്റെ ഡെഫിനിഷൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എഴുതി വെച്ചാലും മതിയാവും. ഡിഫൈൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് എഫ് ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് പോസിറ്റീവ്. ഫോർ ഇൻക്രീസിങ് ഫംഗ്ഷൻ എഫ് ഡാഷ് ഇസ് പോസിറ്റീവ്. For decreasing function f dash is negative. For a convex function second derivative f double dash is positive. F double dash negative ആണെങ്കിൽ we say that it is concave. ഒരു particular പോയിന്റിൽ ആണ് പോസിറ്റീവ് എങ്കിൽ ആ പോയിന്റിൽ മാത്രം കോൺവെക്സ് എന്നൊക്കെ പറയാം. ആ പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ പോയിന്റ് നമ്മൾ ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഇനി പഠിക്കാനുള്ള ലാസ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. അതും എസ് എ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഒപ്റ്റിമൈസ് ചെയ്യാം, ഫൈൻഡ് ദ മാക്സിമം മിനിമം ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട്, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, x³ + 3x² ഞാൻ ചുമ്മാ എഴുതാണ് 2x മൈനസ് സംതിങ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇതിന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഒപ്റ്റിമൈസ് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റ് ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അത് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ആ പോയിന്റിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കുന്നു. ആ പോയിന്റ് റിലേറ്റീവ് എക്സ്ട്രീം പോയിന്റ് ആണോ മാക്സിമം പോയിന്റ് ആണോ മിനിമം പോയിന്റ് ആണോ നോക്കുന്നത് എങ്ങനെയാണ്, സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. അപ്പോൾ to find the maximum or minimum of a function, what do you have to do is, first you find the first derivative f dash x, then find the critical point f dash x equal to 0 ആവാണെങ്കിൽ put f dash x equal to 0, then find the value of x. This values of x are called the critical points. ഇനിയാണ് നമ്മൾ critical points എന്ന് പറയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എ ബി സി എന്നൊക്കെ പറഞ്ഞ് കുറെ പോയിന്റ്സ് കിട്ടിയെന്നായിരിക്കാം. അപ്പൊ ഈ എ ബി സിനെയൊക്കെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് വിളിക്കുക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിലെ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യുക. എഫ് ഡബിൾ ഡാഷ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എഫ് ഡബിൾ ഡാഷ് ഓഫ് ദ നെക്സ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ബി എന്നുള്ള പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യണം, സി എന്നുള്ള പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യണം. ക്രിട്ടിക്കൽ പോയിന്റ്സിൽ at the critical points what is the second derivative, find the value of f double dash x. അപ്പോൾ f double dash a യിൽ സപ്പോസ് പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് മീൻസ് x is equal to a എന്നുള്ള പോയിന്റ് is a relative
അല്ലെങ്കിൽ ലോക്കൽ മിനിമം. പോസിറ്റീവ് ഫോർ മിനിമം, പോസിറ്റീവ് ഫോർ റിലേറ്റീവ് മിനിമം. നെഗറ്റീവ് ആണെങ്കിലോ that point is a relative maximum. Negative for maximum. 0 ആണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അത് 0 ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. സപ്പോസ് 0 ആണെങ്കിൽ വീണ്ടും അടുത്ത ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അങ്ങനെ ആ പോയിന്റിൽ എപ്പോഴാണോ നോൺ സീറോ ഡെറിവേറ്റീവ് കിട്ടുന്നത്, ആ എത്രാമത്തെ ഡെറിവേറ്റീവ് ആണ് നോൺ സീറോ കിട്ടുന്നതെന്ന് വെച്ചാൽ ആ n ഓഡ് ആണോ ഈവൺ ആണോ എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് സി, ഇപ്പൊ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ പോയിന്റ്, മൂന്നാമത്തെ സി എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ പോയിന്റ് റിലേറ്റീവ് മാക്സിമം ആണോ റിലേറ്റീവ് മിനിമം ആണോ അതോ ഇൻഫ്ലെക്ഷൻ പോയിന്റ് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് നോൺ സീറോ ഡെറിവേറ്റീവ് വരുന്നത് ഈവൺ ഓർഡർഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ, ഫോർത്ത് ഡെറിവേറ്റീവോ സെക്കൻഡ് ഡെറിവേറ്റീവ് പോലെ തന്നെ ഫോർത്ത് ഡെറിവേറ്റീവോ സിക്സ്ത് ഡെറിവേറ്റീവോ അങ്ങനെ ഈവൺ ഓർഡർ ഡെറിവേറ്റീവ് ആണ് നോൺ സീറോ ഡെറിവേറ്റീവ്. ഫസ്റ്റ് നോൺ സീറോ ഡെറിവേറ്റീവ് വരണമെങ്കിൽ അത് റിലേറ്റീവ് മാക്സിമോ അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ആണ്. മാക്സിമം ആവുന്ന എപ്പോഴാണ് ആ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം, പോസിറ്റീവ് ആണ് വരണമെങ്കിൽ നോൺ സീറോ വാല്യൂ പോസിറ്റീവ് ആണ് വരണമെങ്കിൽ മിനിമം. ഈവൺ ഓർഡറിന് വരെ ഓഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഫസ്റ്റ് നോൺ സീറോ വരണമെങ്കിൽ ദാറ്റ് പോയിന്റ് സി, ക്രിട്ടിക്കൽ പോയിന്റ് സി ഈസ് ആൻ ഇൻഫ്ലെക്ഷൻ പോയിന്റ്. അപ്പൊ ഇത്രയാണ് തേർഡ് മോഡ്യൂളിലുള്ളത്. അപ്പൊ തേർഡ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളും ഒക്കെ ആയി. ഇത്രയാണ് നമുക്ക് തേർഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള പോർഷൻസിന്റെ ഒരു ഓവർ വ്യൂ.